ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ശരിയായ വചന ശുശ്രൂഷയാൽ സാധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ചിന്താ വിഷയം. നാം എന്തിനാണ് വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ദേവാലയങ്ങളിലും ഭവനങ്ങളിലേക്കും പോകുന്നത്? അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? നാം ഇന്നേ വരെ എത്രയോ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? ആത്മാർത്ഥമായി ആണോ നാം അതിൽ സംബന്ധിക്കുന്നത്? വചന ശുശ്രൂഷയിൽ നിന്നും സാധിക്കേണ്ടതായ ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് വചനത്തിലൂടെ നമുക്ക് ഒന്ന് ചിന്തിക്കാം. പാപി രക്ഷിക്കപ്പെടണം. ഒന്നാമത്തെ പോയിന്റാണ് പാപി രക്ഷിക്കപ്പെടണം. പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്നവർ എന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവഭക്തിയും ദൈവശക്തിയുമാകുന്നു. അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. നാം വചനം കേൾക്കുന്നുവെങ്കിൽ അത് പാപികളായ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയായിരിക്കണം. അത് സാധിക്കണമെങ്കിൽ ശ്രദ്ധയോടുകൂടി നാം വചനം ശ്രവിക്കണം, അത് ഗ്രഹിക്കണം, മനസ്സിൽ ഉറപ്പിക്കണം, അതും പ്രകാരം ജീവിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടണം എന്നാണ് പറയുന്നത്. പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടണം. ഹോശേയ പ്രവാചകൻ എഴുതിയ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ കുറ്റം ഏറ്റു പറഞ്ഞു, എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുമെന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നാം യഥാസ്ഥാനപ്പെടണം. യഥാസ്ഥാനപ്പെട്ടേ മതിയാവൂ. ദൈവം നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? നാം അവൻ്റെ മക്കളായി ജീവിക്കണമെന്നാണ്. നമ്മുടെ അവിശ്വാസ പ്രവൃത്തികളെ വിട്ട് കുറ്റമേറ്റു പറഞ്ഞ് അവൻ്റെ മുഖം അന്വേഷിക്കണം. നാം കഷ്ടതയിൽ മാത്രം അവനെ അന്വേഷിക്കുന്നവർ ആയിരിക്കരുത്. നമുക്ക് തന്നിരിക്കുന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നവർ ആയിരിക്കണം നാം ഓരോരുത്തരും. അപ്പോൾ അവൻ നമ്മെ കേൾക്കും. നമ്മുടെ കഷ്ടതയിൽ അവൻ നമ്മെ കാക്കും. വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റാണിത്. വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. അതിനായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പൗലോസ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ് നാം വായിച്ചത്. യെരുശലേമിലേക്ക് തിരികെ പോകുന്ന വഴിയിൽ മിലേത്തോസിൽ വെച്ച് എഫേസോസിലെ മൂപ്പന്മാരോട് പറഞ്ഞ വാക്കുകളാണ് ഇത്. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പോയിന്റാണ് വിശ്വാസികൾ പ്രത്യാശയിൽ വർദ്ധിക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇത് വളരെ ക്ലിയറാകും. അതായത് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വിശ്വാസികൾ പ്രത്യാശയിൽ വർദ്ധിക്കുമെന്നാണ്. ഈ ഭാഗം നാം മനസ്സിൽ ഉറപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ രക്ഷ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ.
വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ എന്ന വിവരം നാം മറന്നു പോകരുത്. 5-ാമത്തെ പോയിൻ്റാണ് അന്യോന്യം ധൈര്യപ്പെടണം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. 6-ാമത്തെ പോയിൻ്റാണ് ദുരുപദേശത്തോട് ചെറുത്ത് നിൽക്കണം. നമ്മൾ ദുരുപദേശം അതായത് ദുരുപദേശക്കാരെ പിന്തിരിപ്പിക്കുകയും അതിനോട് ചേർത്ത് നിൽക്കുകയും ചെയ്യണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാം ഇപ്പോൾ കണ്ടതായ ഈ 6 പോയിന്റുകളെന്ന് പറയുന്നത്: 1, പാപികൾ രക്ഷിക്കപ്പെടണം. 1 കൊരിന്ത്യർ 1:18, പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടണം. ഹോശേയ 5:15, വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 20:32, 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യവും വായിച്ചു നോക്കുക. വിശ്വാസികൾ പ്രത്യാശയിൽ വർദ്ധിക്കണം. 1 തെസ്സലോനിക്കർ 4:15 മുതൽ 17 വരെയുള്ള ഭാഗം വായിച്ചു നോക്കുക. അന്യോന്യം ധൈര്യപ്പെടണം. 1 തെസ്സലോനിക്കർ 4:18, ദുരുപദേശത്തോട് ചെറുത്തു നിൽക്കണം. എബ്രായർ 13:9, പ്രാർത്ഥനാ യോഗങ്ങൾ അർത്ഥവത്ത് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെയും മനസ്സിലാക്കി അവിടെ ചെന്ന് നമ്മെ തന്നെ തിരുത്തി അത് പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.